ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്രഫലമാണ് പറയുന്നത്. മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടാകും. ഈ വർഷം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. അധികാര ലബ്ധിയൊക്കെ കാണുന്നുണ്ട്. ദൂരദേശത്ത് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തൊഴിൽമേന്മയുണ്ടാകും. വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മേന്മയുള്ള ഒരു വർഷമായി 2026 മാറും. അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് അന്തർദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്താനുള്ള ഭാഗ്യമുണ്ട്. സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്കും നാടക മേഖലയിൽ നിൽക്കുന്നവർക്കുമൊക്കെ ഇത് അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അന്തർദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ അനുഭവിക്കുവാനുള്ള ഭാഗ്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്താനത്തിൻ്റെ കാര്യത്തിൽ, അതായത് മക്കളുടെ കാര്യത്തിലുള്ള ആശങ്കകൾ മാറിക്കിട്ടും. ഔദ്യോഗിക കാര്യത്തിലുള്ള പിരിമുറുക്കത്തിൽ നിന്ന് മോചനമുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ശമ്പള വർധനവ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്വകാര്യ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്വാഭാവികമായും ശമ്പളത്തിനുള്ള വർധനവിനുള്ള വഴി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നഷ്ടം വരാതെ ഇടപാടുകൾ നടത്തുമെന്നുള്ളതാണ്. ഷെയർ മാർക്കറ്റുകളിലൊക്കെ ഭാഗ്യം വന്നു ചേരാനുള്ള എല്ലാ വിധിയും മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നുണ്ട്. പ്രിന്റിംഗ് മേഖലയിൽ നേട്ടമുണ്ടാകുന്നുണ്ട്. വസ്തു മറിച്ചു വിൽക്കുന്നതിനുള്ള തടസ്സം മാറും. ആയുർവേദ ചികിത്സാ രംഗത്ത് ധനവരവ് കൂടും. ആയുർവേദ ചികിത്സയുമായി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയവയിലൊക്കെ നല്ല തരത്തിലുള്ള സാമ്പത്തിക ഗുണമുണ്ടാകുമെന്നർത്ഥം. അതുപോലെ തന്നെ രോഗനിലയിൽ മാറ്റമുണ്ടാകും. അന്യദേശത്ത് ആദായകരമായ വിലയ്ക്ക് ഫ്ലാറ്റ് സ്വന്തമാക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ബിസിനസ് സംരംഭത്തിലുണ്ടാകുന്ന തകർച്ചകളിൽ നിന്ന് അത്ഭുതകരമായി മകയിരം നക്ഷത്രക്കാരൻ 2026 രക്ഷ നേടുക തന്നെ ചെയ്യും. സിനിമ സംവിധാന രംഗത്ത് ചലനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കീർത്തിതമായിരിക്കുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ അനുഭവവേദ്യമാകാൻ മകയിരം നക്ഷത്രക്കാർക്ക് കഴിയുക തന്നെ ചെയ്യും. ഭാഗ്യം വന്നു ചേരുക തന്നെ ചെയ്യും. പാരമ്പര്യമായി ചെയ്യുന്ന ചികിത്സാ രീതി പുതിയ രീതിയിൽ വിപുലീകരിക്കാൻ ശ്രമിക്കും. ജനുവരി മാസത്തിൽ പുതിയ വാഹനം വാങ്ങാൻ ശ്രമിക്കും. ലോണുകളും മറ്റും പെട്ടെന്ന് കിട്ടുന്നതാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. മക്കളുടെ സഹായ സഹകരണം ഉണ്ടാകും. ജനുവരി മാസം വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകും. ഫെബ്രുവരി ആകുമ്പോഴേക്കും ഭാര്യയുടെ സ്വത്ത് വീതം വെച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നു. പുതിയ സ്ഥലം വാങ്ങാൻ ആലോചിക്കും. സ്വന്തം സഹോദരൻ്റെ ആനുകൂല്യം കുറഞ്ഞിരിക്കും. സഹോദര സഹായമൊക്കെ കുറയും. ജോലി സ്ഥലത്ത് സ്വസ്ഥത കുറഞ്ഞാലും വീട്ടിൽ വളരെ ശാന്തമായ അന്തരീക്ഷവും സന്തോഷവും ലഭിക്കും. ചെറിയ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കും. മകളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. മാർച്ച് മാസമാകുമ്പോഴേക്കും മേലധികാരികളുടെ ആനുകൂല്യം കുറയും. ഓഫീസിൽ സ്വസ്ഥത കുറയും. വീട്ടിൽ സമാധാനമുണ്ടാകും. കടം കൊടുത്ത ധനം തിരിച്ചു കിട്ടാനുള്ള എല്ലാ ഭാഗ്യങ്ങളും കാണുന്നുണ്ട്. വിശേഷ വസ്ത്രങ്ങൾ മാർച്ച് മാസത്തിൽ സമ്മാനമായി ലഭിക്കുവാനുള്ള വിധി കാണുന്നു. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ മാസമാണ് മാർച്ച് മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ ആകുമ്പോഴേക്കും ദൂരദേശത്ത് ജോലിയുള്ള മകൻ നാട്ടിൽ വരാനുള്ള ഭാഗ്യം കാണുന്നു. വിവാഹത്തിന് അയാൾ ശ്രമിക്കുക തന്നെ ചെയ്യും. അത് വിജയിക്കും.
നാട്ടിൽ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുക തന്നെ ചെയ്യും. വീട് നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക്, അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് നിൽക്കുന്നവർക്ക് ധാരാളം ജോലി ഉണ്ടാകും, ധാരാളം ധനം ലഭിക്കും, സമ്പത്ത് വളരെ നന്നായിട്ട് ഉയർന്നു നിൽക്കും. മത്സ്യത്തൊഴിലാളികൾക്കും വളരെ ഗുണമേന്മയുള്ള സമയം തന്നെയാണ് 2026 ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയ് മാസമാകുമ്പോഴേക്കും പുണ്യക്ഷേത്ര ദർശനം നടത്താനുള്ള ഭാഗ്യമുണ്ടാകും. ഗുരുക്കന്മാർക്ക് ബലിതർപ്പണം നടത്താൻ സാധിക്കും. സന്താനങ്ങൾക്ക് ദേഹ അരിഷ്ടയുണ്ടാകും. 11 വയസ്സിനു താഴെയുള്ള സന്താനങ്ങൾക്കൊക്കെ രോഗദുരിതങ്ങൾക്ക് വഴി കാണുന്നുണ്ട്. എന്നാലും അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ അങ്ങ് പോവുക തന്നെ ചെയ്യും. എന്നുവെച്ചാൽ കുറയും, ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ ആ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ്. കൃഷിക്കാർക്ക് സ്വല്പം നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടാനുള്ള ഒരു മാസമായിട്ട് വേണമെങ്കിൽ നമുക്ക് മെയ് മാസത്തെ കണക്കാക്കാം. അതുപോലെ തന്നെ ജൂൺ മാസം ആകുമ്പോഴേക്കും ഓൺലൈൻ ബിസിനസ്സിലൊക്കെ വളരെയധികം ഗുണമുണ്ടാകും. ഓഹരി വിപണിയിൽ വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്താൽ വളരെ ലാഭമുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. കർമ്മരംഗം പൊതുവെ വളരെ ഗുണകരമായി നിൽക്കും. സഹോദരൻ്റെ സഹായം പ്രതീക്ഷിക്കാൻ കഴിയുന്ന മാസമാണ്. പൊതുവെ ചെലവുകൾ വർദ്ധിക്കും. ഔഷധത്തിനായി പണം ചിലവാക്കും എന്നുള്ളതാണ്. ജൂലൈ മാസമാകുമ്പോഴേക്കും എന്ത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും മുടക്കങ്ങൾ വന്നേക്കാം. വിദേശത്തേക്ക് പോകാൻ ഏജൻസിയുമായി ശ്രമിച്ചാൽ കാലതാമസമുണ്ടാകും. അതുപോലെ തന്നെ വീട് പണിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും മുടക്കങ്ങൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഗുണം കുറയുന്ന മാസമാണത്. ആരോഗ്യ ഗുണവും ആ മാസത്തിൽ കുറച്ച് കുറയും. ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും വീട്ടിൽ ദൈവീക കർമ്മങ്ങൾ നടത്താനിടവരും. പഠിക്കുന്ന കുട്ടികൾ പരീക്ഷാ ദിനങ്ങളിൽ തീർച്ചയായിട്ടും വിജയപരമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാകും. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വിജയിക്കാനുള്ള എല്ലാ ഭാഗ്യങ്ങളും കാണുന്നുണ്ട്. മാതൃ കുടുംബത്തിൽ നിന്നുള്ള ആനുകൂല്യം കുറയും. കർമ്മസ്ഥലത്ത് ഗുണകരം തന്നെയാണ്. കാരണം നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് ജോലിയാണോ ചെയ്യുന്നത്, അത് വളരെ ഗുണകരമായിട്ട് നിങ്ങളെ കാത്തുകൊള്ളും. അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്ന് ഗുണമുണ്ടാകും. സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും കലാകാരന്മാർക്ക് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. സ്വതവേ ചെയ്യുന്ന ജോലികൾക്ക് പുറമെ മറ്റ് ജോലികൾ ചെയ്ത് ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യം വന്നുചേരും. അതുപോലെ തന്നെ വായനാശീലം വർദ്ധിക്കും. വിനോദയാത്രകൾ നടത്താനുള്ള ഭാഗ്യമുണ്ടാകും. പ്രണയിച്ചവർ തമ്മിൽ വിവാഹം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. വീട്ടുകാരുടെ സഹകരണത്തോടുകൂടി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ വിധികളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും സർവ്വകാര്യങ്ങളും മുടക്കം കൂടാതെ നടക്കും. വിവാഹ കാര്യങ്ങൾ എല്ലാം നന്നായി തന്നെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടാകും. സാമ്പത്തികമായി കിട്ടേണ്ട തുകകളൊക്കെ തന്നെ മുടക്കം കൂടാതെ ലഭിക്കും. കർമ്മരംഗം കൂടുതൽ പുഷ്ടിപ്പെടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി പഠിക്കാൻ സാധിക്കും. വിദേശത്തേക്കൊക്കെ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് തീർച്ചയായും നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും, ഒക്ടോബർ നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും അതിനുള്ള വഴി തെളിഞ്ഞു തന്നെ കിട്ടും. അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നവംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും ആരോഗ്യ സംബന്ധമായി സ്വല്പം അരിഷ്ടതകൾ വന്നേക്കാം. സാമ്പത്തികമായി കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നു. ഭാര്യയുടെ വീട്ടിൽ നിന്നും കിട്ടേണ്ട വസ്തുക്കൾ കിട്ടാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വ്യവഹാരാദികളിൽ വിജയമുണ്ടാകും. കേസ് വഴക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയമുണ്ടാകും. പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് നവംബർ എന്ന് പറയുന്നത്. ഡിസംബർ മാസമാകുമ്പോഴേക്കും മഹാവ്യക്തികളുമായി പരിചയപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട്. ദൂരയാത്രയിൽ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം. കർമ്മരംഗം കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങും. വാഹനവുമായി ജോലി ചെയ്യുന്നവർക്ക് മുടക്കം വന്നേക്കും. അതുപോലെ തന്നെ പ്രമേഹം, പ്രഷർ എന്നീ രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മാസമാണ് ഡിസംബർ മാസം എന്ന് പറയുന്നത്. മകയിരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം മകയിരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ അധികം പേരും തീരുമാനങ്ങൾ എടുക്കാൻ വളരെയേറെ സമയമെടുക്കുന്നവരാണ്. എല്ലാത്തിനെയും സംശയത്തോടു കൂടി നോക്കുന്ന സ്വഭാവം ഉണ്ടാകും. മനസ്സ് എപ്പോഴും ആശങ്കാകുലമായിരിക്കും. അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടാകും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറാകും.
ആർക്കും ഉപദ്രവം ചെയ്യരുതെന്ന് നിർബന്ധമുള്ളവരാണ്. ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ മടിക്കുകയില്ലാത്തവരാണ്. ഇത് പലപ്പോഴും പരാജയങ്ങൾക്കും ധനനഷ്ടത്തിനും കാരണമായേക്കും. അതുപോലെ തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവമുണ്ടാകും. ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ കഴിവ് കാണിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാകും. ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി മാറും. സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക. അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തന്നെയായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശമുണ്ടാകും. ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാനുള്ള വഴിയുണ്ടാക്കും. മാതൃ കുടുംബത്തിൻ്റെ സഹകരണം മൂലമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഇടത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണമുണ്ടാവുകയും ചെയ്യും. ഉദ്യോഗ ജീവിതത്തിന് സാധ്യത ഏറെയുണ്ട്. മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക. ബാല്യകാലം അത്ര മെച്ചപ്പെട്ടതല്ല. ആരോഗ്യക്കുറവ്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ കൊണ്ട് വളരെ ഒരു നീറുന്ന മനസ്സാണ് ബാല്യകാലത്തിലുള്ളത്. എന്നാൽ 21 വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് മാന്ദ്യമോ തടസ്സമോ ഒക്കെ ഉണ്ടാവാം. 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധിദായകമാണ്. ജോലിയൊക്കെ ഈ സമയത്ത് കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. തൊഴിൽ ഗുണം, വിദ്യാഗുണം, ധനാഭിവൃദ്ധി തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് പ്രതീക്ഷിക്കാം. 37 വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവുക. പക്ഷേ ഈ കാലത്ത് സ്വജന വിരോധം, അതുപോലെ തന്നെ സ്വജനങ്ങളിൽ നിന്ന് ഉപദ്രവങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാനുള്ള ചാൻസ് കാണുന്നു. ഇക്കാലത്തുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും ദോഷകരമായി കലാശിച്ചു എന്ന് വന്നേക്കാം. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫലങ്ങൾ ഏകദേശം 56 വയസ്സ് വരെ തുടരും. അതിനുശേഷം ജീവിതം പൊതുവെ ശാന്തമായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കൊണ്ടും ഭാഗ്യദായകമായിരിക്കുന്ന ഒരു നക്ഷത്രമാണ് മകയിരം എന്ന് പറയുന്നത്. എന്നാൽ 2026 പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമാണ്. തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.